الحمد لله نحمده ونستعين به ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ثم أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوة المؤمنون أوصيكم بتقوى الله أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اجتنبوا كثيرا من الظن إن بعض الظن إثم ولا تجسسوا ولا يغتب بعضكم بعضا أيحب أحدكم أن يأكل لحم أخيه ميتا فكرهتموه واتقوا الله إن الله تواب رحيم. ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, മുത്തഖീങ്ങളായി റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കണം എന്ന് ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഇൻഷാ അല്ലാഹ് ഡിസംബർ 9-ാം തീയതിയും 11-ാം തീയതിയുമായിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്, പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നോമിനേഷൻ പൂർത്തിയായിട്ടുണ്ട്. പ്രചാരണങ്ങൾ ശക്തിപ്പെട്ട് വരികയാണ്. മറ്റു പാർലമെന്റിലേക്കോ നിയമസഭയിലേക്കോ ഒക്കെയുള്ള തെരഞ്ഞെടുപ്പിന് വ്യത്യസ്തമായി പഞ്ചായത്ത് ബ്ലോക്ക് തല തെരഞ്ഞെടുപ്പുകൾക്കുള്ള പ്രത്യേകത നമ്മളുമായി വളരെ അടുത്ത ബന്ധമുള്ള സ്ഥാനാർത്ഥികളായിരിക്കും എന്നതാണ്. സഹോദരിമാരാണെങ്കിലും സഹോദരന്മാരാണെങ്കിലും ചിലപ്പോൾ സ്വന്തം ജ്യേഷ്ഠനും അനുജനുമായിരിക്കും, എളാപ്പ മൂത്താപ്പ മക്കളായിരിക്കും, അയൽവാസികൾ തമ്മിലായിരിക്കും. അങ്ങനെ പല നിലക്കും സ്ഥാനാർത്ഥികൾ പലയിടത്തും പല സ്ഥലങ്ങളിലും മത്സരിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് മുസ്ലിങ്ങൾ എന്ന നിലക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലുത് ബന്ധങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് ബന്ധങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടാൻ പാടില്ല. രണ്ടാമത്തെ കാര്യം, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് അവന്റെ ആദർശമാണ്, മതമാണ്, ദീനാണ്. കാരണം നമ്മളൊക്കെ ഈ ദുനിയാവിൽ മാത്രം വിശ്വസിക്കുന്നവരല്ല. മരണശേഷം ഒരു ജീവിതമുണ്ട് എന്നും ഇവിടെ ചെയ്തതിന്റെ പ്രതിഫലം പരലോകത്ത് ലഭിക്കും എന്നും വിശ്വസിക്കുന്നവരാണ് നമ്മളൊക്കെ. അതുകൊണ്ട് നമ്മുടെ ദീനിനെ, മതത്തെ, ആദർശത്തെ ഒരിക്കലും നമ്മൾ ഒരു തെരഞ്ഞെടുപ്പിന്റെ പേരിൽ പണയപ്പെടുത്താൻ പാടില്ല. നമ്മുടെ ആഖിറവും നഷ്ടമാകാൻ പാടില്ല. അതുപോലെ തന്നെ ഇസ്ലാമികമായ മര്യാദകളിലാണ് ഒരു മുസ്ലിം ജീവിക്കുന്നത്.
അവനൊരു ഐഡന്റിറ്റി ഉണ്ട്, അവനൊരു കൾച്ചറുണ്ട്, സഖാഫത്തുണ്ട്, സംസ്കാരമുണ്ട്. കേവലം ഒരു തെരഞ്ഞെടുപ്പ് കാലം, ഒരാഴ്ചയോ രണ്ടാഴ്ചയോ നീണ്ടു നിൽക്കുന്ന കാലം കൊണ്ട് ആ സംസ്കാരത്തെയും നമ്മൾ നശിപ്പിക്കാൻ പാടില്ല. ഇതാണ് ആമുഖമായി ഈ വിഷയത്തിൽ മനസ്സിലാക്കാനുള്ളത്. വ്യത്യസ്തമായ ആളുകളെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. ചിലര് ഒരു തെരഞ്ഞെടുപ്പ് കാലം വരുമ്പോൾ എല്ലാം മറന്ന് അവനവന്റെ ആദർശവും ദീനും സംസ്കാരവും ബന്ധങ്ങളും ഒക്കെ മറന്ന് അതിൽ മുഴുകിപ്പോകുന്ന ഒരു സ്പിരിറ്റ് പല ആളുകൾക്കും നമുക്ക് കാണാൻ സാധിക്കും. സ്പിരിറ്റ് വേണം, അത് ആവശ്യമാണ്. രാഷ്ട്രീയം വേണം, രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കണം. അതില്ലെങ്കിൽ നമുക്കൊരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. നാം ഇഷ്ടപ്പെടുന്ന, നമുക്ക് ഉപകാരപ്പെടുന്ന ആളുകളെ നമ്മൾ തിരഞ്ഞെടുക്കണം. നമ്മുടെ ഇന്ത്യൻ ഭരണഘടനാ സംവിധാനം അനുസരിച്ച് അത്തരം ആളുകളെ തെരഞ്ഞെടുത്ത് അധികാരത്തിൽ എത്തിക്കണം. ആ സ്ഥാനം അർത്ഥിക്കുവാൻ സ്ഥാനാർത്ഥികളും വേണം. അതൊക്കെ ശരിയാണ്. പക്ഷെ ഒരിക്കലും ഒരു ഐഡന്റിറ്റി നമ്മൾ നഷ്ടപ്പെടുത്താൻ പാടില്ല എന്നതാണ് ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം. അതാണല്ലോ നമ്മുടെ പ്രഖ്യാപനം. വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫത്തറസ് സമാവാതി വൽ അർദ് ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രിക്കീൻ. ഞാൻ ഒരിക്കലും ശിർക്കിലേക്ക് പോകൂല. എന്റെ ആദർശം തുറന്നു പ്രഖ്യാപിക്കുകയാണ്. ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാതി, എന്റെ ആരാധന, നിസ്കാരം, എന്റെ ജീവിതം, മരണം ലില്ലാഹി റബ്ബിൽ ആലമീൻ. അതൊക്കെ റബ്ബിനാണ്. ഈ എന്റെ എല്ലാ പ്രവർത്തനങ്ങളും റബ്ബിനാണ് എന്ന് അവൻ ഉദ്ദേശിക്കും. അതുകൊണ്ട് താൻ നടത്തുന്ന രാഷ്ട്രീയ പ്രവർത്തനവും റബ്ബിന്റെ വജ്ഹ് ഉദ്ദേശിച്ചു കൊണ്ടായിരിക്കണം. ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത, എന്നാൽ അധികം ആളുകളും ശ്രദ്ധിക്കാത്ത ചില കാര്യങ്ങളുണ്ട്. ഒന്ന് രണ്ട് കാര്യങ്ങൾ. അതിൽപ്പെട്ട ഒന്നാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മുടെ നാവിനെ സൂക്ഷിക്കാതിരിക്കുക എന്ന ഏറ്റവും പ്രധാനമായ ഒരു സംഗതി. അല്ലാഹു തആല വളരെ ഗൗരവമായി പറഞ്ഞ ഒരു കാര്യമാണ് മനുഷ്യന്റെ ശരീരത്തിലെ നാവിന്റെ വിഷയം. നമുക്കറിയാം, ശരീരത്തില് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി ഖൽബാണ്, ഹൃദയം. അതിനെപ്പറ്റി ഹദീസിൽ വന്നത് ഇദാ സലഹത് സലഹൽ ജസദു കുല്ലുഹു. ഖൽബ് നന്നായാൽ ശരീരം മുഴുവൻ നന്നാകും. അതൊരു എഞ്ചിനാണ്. വഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലുഹു. അത് നശിച്ചാൽ, ഹൃദയം നശിച്ചാൽ ശരീരം മുഴുവനും നശിക്കും. അലാ വഹിയൽ ഖൽബ്, അതാണ് മനുഷ്യന്റെ ഹൃദയം. എങ്കിൽ ജുർമുഹു സഗീർ വജിർമുഹു കബീർ, ചെറിയൊരു സാധനം, പക്ഷെ അതിന്റെ കുറ്റം വലുതാണ് എന്ന് പറഞ്ഞത് ശരീരത്തിലെ നാവിനെ സംബന്ധിച്ചാണ്. അല്ലാഹ് ചോദിക്കുന്നുണ്ട്, അലം നജ്അൽ ലഹു ഐനൈനി വലിസാനൻ വശഫതൈൻ. നിനക്ക് രണ്ട് കണ്ണ് തന്നില്ലയോ, നാവ് തന്നില്ലയോ, ചുണ്ടുകൾ തന്നില്ലയോ? ഈ നാവ് സംസാരിക്കാനുള്ളതാണ്. അത് മനുഷ്യന്റെ മാത്രം പ്രത്യേകതയാണ്. മനുഷ്യനെ ചിന്താശാസ്ത്രജ്ഞന്മാർ പറഞ്ഞിട്ടുള്ളത് ഹയവാനുൻ നാത്തിഖുൻ എന്നതാണ്. എല്ലാവരും ഹയവാനാണ്. ജീവനുള്ളതിനൊക്കെ അറബി പറയുന്ന പേരാണ് ഹയവാൻ. മനുഷ്യനും ഹയവാനാണ്. പക്ഷെ മനുഷ്യന് അറബിയില് വേർതിരിച്ച് പറയുന്ന പേരാണ് ഹയവാനുൻ നാത്തിഖുൻ, സംസാരിക്കുന്ന ഒരു മൃഗം എന്ന് പറഞ്ഞാൽ, എന്റെ മനസ്സിൽ ഉദ്ദേശിച്ച ഒരു കാര്യം നിങ്ങളുമായി ഷെയർ ചെയ്യണമെങ്കിൽ, പങ്കിടണമെങ്കിൽ, എനിക്കത് നിങ്ങളെ നാവ് കൊണ്ട് പറഞ്ഞ് ഫലിപ്പിക്കാൻ കഴിയും. അതാണ് മനുഷ്യന്റെ പ്രത്യേകത. വിശപ്പുണ്ടെങ്കിൽ എനിക്ക് വിശക്കുന്നു, ഭക്ഷണം വേണം എന്ന് പറയാനും,
അസുഖമുണ്ടെങ്കിൽ എനിക്ക് വയ്യ എന്ന് പറയാനൊക്കെയുള്ള കഴിവ് അല്ലാഹു തആല മനുഷ്യനാണ് നൽകിയിട്ടുള്ളത്. ആലോചിച്ചു, രണ്ട് പൂച്ചകൾ തമ്മിൽ കണ്ടാൽ, രണ്ട് കുരങ്ങന്മാര് തമ്മിൽ കണ്ടാൽ അവരൊക്കെ ചില വിക്രിയകളിലൂടെയാണ് മനസ്സിലുള്ള കാര്യം മറ്റുള്ളവരെ അറിയിക്കുന്നത്. സംസാരശേഷി ഇല്ലാത്ത ഒരു വ്യക്തിയെ നമ്മളൊന്ന് നിരീക്ഷിച്ചാൽ മതി. ആ ഒരു വ്യക്തി എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് നമ്മളൊന്ന് അറിഞ്ഞു കിട്ടണമെങ്കിൽ അതിനുവേണ്ടി ആ പാവം ഭിന്നശേഷിക്കാരനായ ആ വ്യക്തി കഷ്ടപ്പെടുന്നത് നമുക്കും ചിലപ്പോൾ അനുഭവങ്ങൾ ഉണ്ടാകും. ഉണ്ടാൻ വയ്യാത്ത വ്യക്തികൾ. അതുകൊണ്ട് നാവ് നല്ലതിന് മാത്രമേ ഉപയോഗിക്കാവൂ. തെരഞ്ഞെടുപ്പ് കാലമാണെങ്കിലും അല്ലെങ്കിലും 4 തരം സംസാരമുണ്ട് എന്ന്. ഒന്ന്, ഉപകാരപ്രദമായ സംസാരം. മറ്റൊന്ന്, ഒരു ഉപകാരവും ഇല്ലാത്ത സംസാരം. മറ്റൊന്ന്, ഉപകാരമോ ഉപദ്രവമോ ഇല്ലാത്ത സംസാരം. മറ്റൊന്ന്, ഉപകാരവും ഉപദ്രവവും കൂടിക്കലർന്ന സംസാരം. പണ്ഡിതന്മാർ വേർതിരിച്ചിരിക്കുക 4 ഐറ്റം സംസാരം. ഇതില് ഒന്നൊഴികെ മറ്റൊന്നും പാടില്ല എന്നാണ് പൂർവകാല പണ്ഡിതന്മാരൊക്കെ വിലയിരുത്തിയിട്ടുള്ളത്. അതേതാണ്? ഉപകാരമുള്ളത് മാത്രം. നിബിതങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അല്ലാഹുവിലും അന്ത്യദിനത്തിലും ഒരാൾ വിശ്വസിക്കുന്നുവെങ്കിൽ ഫൽയഖുൽ ഖൈറ, അവൻ ഖൈർ പറയട്ടെ. ഒന്നാമത്തത് മാത്രമേ ഉള്ളൂ, ഖൈറുള്ളത് മാത്രം. രണ്ടാമത്തതില്ല, മൂന്നാമത്തതില്ല, നാലാമത്തതില്ല. ഔ ലിയസ്മുത്, അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ. മിണ്ടിയാൽ ഖൈറുണ്ടോ എങ്കിൽ മിണ്ടാം, ഖൈറില്ലേ ലിയസ്മുത്, മിണ്ടാതിരിക്കട്ടെ. കാരണം മനുഷ്യന്റെ വാക്ക് നിരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുക, അത് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുക. വകുല്ലു സഗീരിൻ വകബീരിൻ മുസ്തത്തർ, എത്ര ചെറുതാണെങ്കിലും എത്ര വലുതാണെങ്കിലും മുസ്തത്തർ, ഖുർആന്റെ ആയത്താണ്, അത് രേഖപ്പെടുത്തി വെക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. എന്ത് വാക്ക് ഉച്ചരിക്കുന്നുണ്ടെങ്കിലും അതിനെ നിരീക്ഷിച്ചെഴുതുന്ന 2 മലക്കുകളുണ്ട്. അതെല്ലാം രേഖപ്പെടുത്തും. ആലോചിച്ച്, ഒരാൾ നോട്ട് ചെയ്യുന്നുണ്ട് എന്നറിഞ്ഞാൽ നമ്മുടെ പ്രവർത്തനങ്ങൾ നന്നാവും. നമ്മൾ തിന്മ പറയില്ല. മറ്റൊരാളുടെ വാക്ക്, ഒരു ഫോൺ ചെയ്യുമ്പോൾ ഞാനിത് റെക്കോർഡ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പറയുന്നിടത്ത് നിയന്ത്രണം ഉണ്ടാവും. കസ്റ്റമർ കെയറിലേക്ക് വിളിക്കുമ്പോ, ബാങ്കിലേക്ക് വിളിക്കുമ്പോ, ചില പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലേക്ക് വിളിക്കുമ്പോ നിങ്ങൾക്ക് ആദ്യം മെസ്സേജ് തരും, നിങ്ങളുടെ കോൾ അത് ഹാസ് ബീൻ റെക്കോർഡഡ്, അത് റെക്കോർഡ് ചെയ്യപ്പെടും. എന്തിനാണ്? നിങ്ങൾ സൂക്ഷിച്ച് സംസാരിക്കണം എന്ന മുന്നറിയിപ്പാണ്. ആ റെക്കോർഡിന്റെ ഒക്കെ മുമ്പ് നിങ്ങൾക്ക് അല്ലാഹു തന്ന നിർദ്ദേശമാണ്, മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. തെരഞ്ഞെടുപ്പിന് പ്രത്യേക ഇളവൊന്നും അല്ലാഹു നൽകിയിട്ടില്ല. ഒരു ഹറാമും തെരഞ്ഞെടുപ്പിന്റെ പേരിൽ ഹലാലാക്കിയിട്ടില്ല. തെരഞ്ഞെടുപ്പ് പങ്കെടുക്കുന്ന, പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തുന്ന നമ്മളെല്ലാവരും, അതുപോലെ തന്നെ സ്ഥാനാർത്ഥികളും, അത് വനിതകളാവട്ടെ പുരുഷന്മാരാവട്ടെ ആരോ ആവട്ടെ, അവർ മനസ്സിലാക്കേണ്ട കാര്യമാണ് മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു നബിന്റെ കൂടെ യാത്ര പോകാൻ കുറെ ആളുകളുണ്ട്. കൂട്ടത്തില് നബിയെ ഒന്ന് ഒഴിഞ്ഞു കിട്ടി. അപ്പൊ മുആദ് റളിയല്ലാഹു അൻഹു ചോദിക്കാൻ, നബിയെ, എനിക്ക് സ്വർഗത്തിലേക്ക് പോകാനുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരണം. ദീർഘമായ ഹദീസ്. നിസ്കാരം പറഞ്ഞു കൊടുത്തു, നോമ്പിനെ പറ്റി പറഞ്ഞു കൊടുത്തു, ഹജ്ജിനെ പറ്റി പറഞ്ഞു കൊടുത്തു, സകാത്തിനെ പറ്റി പറഞ്ഞു കൊടുത്തു. പിന്നെ ദീനിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, കുടുംബ ബന്ധങ്ങൾ പറഞ്ഞു കൊടുത്തു.
അതുപോലെ തന്നെ തൗഹീദിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. എല്ലാം പറഞ്ഞു കൊടുത്തിട്ട് ഒരു ചോദ്യം നബി, അലാ അദുല്ലുക ബിമിലാക്കി ദാലിക കുല്ലി, ഇതെല്ലാം നിനക്ക് ലഭിക്കുന്ന ഒരൊറ്റ ക്ലിക്ക്, ഒരൊറ്റ കാര്യം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെയോ മുആദേ? നഅം, പറഞ്ഞു തരണം എന്ന് പറഞ്ഞപ്പോ നബി തങ്ങൾ പറഞ്ഞു, കുഫ്ഫ അലൈക ലിസാനക, നിന്റെ നാവിനെ പിടിച്ചു നിർത്തുക, നാവിനെ പിടിച്ചു നിർത്തുക. മുആദ് അത്ഭുതത്തോടെ ചോദിച്ചു. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട്, എല്ലാ കാര്യവും പറഞ്ഞു കൊടുത്തിട്ട് ഇത്ര ഒരു ചെറിയ പോയിന്റിൽ അത് ഒതുക്കിയപ്പോ വല്ലാത്ത അത്ഭുതം തോന്നി. അത് ചോദിച്ചു, പിന്നെ അല്ല, ഞങ്ങൾക്ക് ശിക്ഷ കിട്ടോ? ഞങ്ങൾ പറയുന്ന കാര്യം കൊണ്ട് ഞങ്ങൾക്ക് ശിക്ഷ കിട്ടോ എന്ന് ചോദിച്ചപ്പോ നബി തങ്ങൾ ചോദിച്ചു, ഹൽ യകുബ്ബുൻ നാസ അലാ ഉജൂഹിഹിം ഫിന്നാരി ഇല്ലാ ഹസായിദു അൽസിനതിഹിം, നരകത്തിലേക്ക് മനുഷ്യരെ കൊണ്ടുപോകുന്നത് അവന്റെ നാവിന്റെ ഫലങ്ങളാണ്. നാവ് കൊയ്തെടുക്കുന്ന ഹസായിദ്, നാവിൽ നിന്ന് കിട്ടുന്ന ഫലങ്ങള്. ആ പ്രയോഗം ശ്രദ്ധിക്കണം. ഹസായിദ്, ഏതാ ഹസായിദ്? ഒരൊറ്റ നെൽമണി കുഴിച്ചിട്ടാൽ ആ നെൽമണിയിൽ നിന്ന് ആയിരക്കണക്കിന് നെല്ലുകൾ ഉണ്ടാകും. അതാണ് ഹസായിദ്, അതിനാ പേര് പറയാം. ഒരു മണി കുഴിച്ചിട്ടാൽ അതിൽ നിന്നുണ്ടാകുന്ന നൂറുകണക്കിന് ആയിരക്കണക്കിന് നെൽമണികളെ കുറിച്ച് പറയുന്ന പേരാണ് ഹസായിദ്. അപ്പൊ നിങ്ങളൊരു വാക്ക് പറഞ്ഞാൽ ആ വാക്കിന്റെ അത് മുളച്ചുണ്ടായി വലുതായി വലിയ 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 കാര്യങ്ങളായി രേഖപ്പെടുത്തപ്പെട്ടത് കൊണ്ടല്ലാതെ മനുഷ്യൻ എങ്ങനെയാണ് നരകത്തിലേക്ക് പോകുന്നത് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. മസലു കലിമത്തിൻ ത്വയ്യിബത്തിൻ കശജറത്തിൻ ത്വയ്യിബ അസ്ലുഹാ സാബിതുൻ വഫറുഹാ ഫിസ്സമാ. നല്ലൊരു വാക്ക്, ഒരൊറ്റ കലിമത്ത്, ആ കലിമത്ത് നന്നായാൽ അത് കശജറത്തിൻ ത്വയ്യിബ, ഒരു നല്ല മരം പോലെയാണ്. അതാണ് ഹസായിദ്. അസ്ലുഹാ സാബിതുൻ, നല്ല ഉറച്ച വേരുകളുണ്ട്. വഫറുഹാ ഫിസ്സമാ, അതിന്റെ ചില്ലകളൊക്കെ ആകാശം മുട്ട ഉയർന്നു നിന്ന് പടർന്ന് പന്തലിച്ച് നിൽക്കുന്നുണ്ട്. പോരാ തൂത്തി ഉക്കുലഹ കുല്ലഹീനും ബിദിനി റബ്ബിഹ, അതിന്റെ ഫലങ്ങള് ആളുകൾക്ക് കിട്ടിക്കൊണ്ടേയിരിക്കുന്നു. ഒരു മാവ് അല്ലെങ്കിൽ ഒരു പിലാവ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മരം, എപ്പോഴും അതിന്റെ ഫലങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നു. ചെറിയ കാറ്റൊന്നും അത് പുഴങ്ങിക്കളയില്ല, അതങ്ങനെ നിലനിന്ന് കാലാകാലങ്ങൾ നിൽക്കുന്ന ഒരു മാവ് നിങ്ങൾ സങ്കല്പിച്ചു നോക്കൂ, എത്രത്തോളം അതിൽ നിന്ന് ഫലം കിട്ടുന്നുണ്ട്. എന്നാൽ ചീത്തയായ ഒരൊറ്റ വാക്ക് പറഞ്ഞാൽ കശജറത്തിൻ ഖബീസ, അതൊരു വലിയ മോശമായ ഒരു മരം പോലെയാണ്. അത് ഏതാ ഷജറത്ത്? അത് ഭൂമിയുടെ മേലെ പടർന്ന് പൊന്തയായി നിൽക്കും. അതിന് ബേസിക്കൽ അടിത്തറയില്ല. റോഡിന്റെ വക്കത്ത് കാണാൻ രണ്ട് സൈഡിലും പൊന്ത, കണ്ടോടത്തൊക്കെ പൊന്തയിരിക്കും, പക്ഷെ അതിന് വല്ല അടിസ്ഥാനം ഉണ്ടോ? തൊഴിലുറപ്പുകാര് വന്നിട്ട് ആ മടാളോണ്ട് ഒന്നും ഇങ്ങനെ ചെയ്താല് ഒക്കെ പോയി, എല്ലാം ഉണങ്ങിപ്പോയി. ഒരുപാടുണ്ടോ? അതുപോലെ ഉണ്ടാവുന്ന മോശമായ വാക്ക് പറഞ്ഞാൽ അള്ളാന്റെ അടുത്ത് അങ്ങനെ രേഖപ്പെടുത്തും. പക്ഷെ അതിന് മാലഹാമിൻ ഖറാർ. മനുഷ്യനൊരു വാക്ക് പറയും, പക്ഷെ പറയുമ്പോൾ അത്ര ശ്രദ്ധിക്കൂല. അതിൽ വ്യക്തത വരുത്തൂല, വല്ല ശ്രദ്ധിക്കൂല. വെറുതെയാണ് പറഞ്ഞതാണ്, ഒരൊറ്റ വാക്കാണ് പറഞ്ഞതാണ്. വാക്കിനെ കുറിച്ച് പറയും, പറയുന്നത് വരെ നിന്റേതാണ്, പറഞ്ഞാൽ അത് മറ്റുള്ളവരുടേതാണ്. ഒരു വാക്ക് പറയുന്നത് വരെ എന്റെ സ്വന്തമാണ്, ഞാനത് പറഞ്ഞാൽ പിന്നെ നിങ്ങളുടേതാണ്. നിങ്ങൾക്ക് ഇഷ്ടം പോലെ അത് കൊണ്ടു നടക്കാം. എല്ലാ രഹസ്യങ്ങളും അങ്ങനെയാണ്. അങ്ങനെ പറഞ്ഞാൽ അതുകൊണ്ട് അത് അള്ളാന്റെ അടുത്ത് രേഖപ്പെടുത്തുമെന്നാണ്. ഒന്നെങ്കിൽ സിദ്ദീഖ്, സത്യം പറഞ്ഞു എന്നൊരു വാക്ക്. ഇവൻ അത്ര ഒന്നും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, അത് പറഞ്ഞിട്ടേ ഉണ്ടാവുള്ളൂ. അള്ളാന്റെ അടുത്ത് ഇവൻ വലിയ സത്യസന്ധനാണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടാവില്ല. തിരിച്ചു അങ്ങോട്ട് തന്നെ ചിലൊരു വാക്ക് അതാണ് പറഞ്ഞതായിരിക്കും, ഒന്നും ഉണ്ടാവില്ല, അത് പറഞ്ഞിട്ടേ ഉണ്ടാവുള്ളൂ. പക്ഷെ റബ്ബിന്റെ അടുത്തത് വലിയ തിന്മയായി രേഖപ്പെടുത്തി വെക്കും എന്നാണ്. അതുകൊണ്ട് നിന്റെ നാവിനെ നീ സൂക്ഷിക്കണം, അത് നിന്നെ ധ്വംസിക്കാതിരിക്കട്ടെ. അതൊരു പാമ്പാണ്.
പണ്ഡിതന്മാർ പാടിയതാണ്, കവികൾ പാടിയതാണ്. നാവ് വല്ലാതെ ഉപദ്രവം. നമുക്കറിയോ സൂറത്ത് ഹുജറാത്ത് തെരഞ്ഞെടുപ്പ് കാലത്ത് പഠിക്കേണ്ട ഒരു സൂറത്താണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാം. അതൊക്കെ കൂടി ഖുതുബയിലൊന്നും പറയാം, ആഴ്ചകളോളം വേണ്ടി വരും. സൂറത്ത് പരിശുദ്ധ ഖുർആനിലെ 49-ാമത്തെ അധ്യായം സൂറത്തുൽ ഹുജറാത്ത്. അതിനൊരു പ്രത്യേകത ഉണ്ട്. ഒന്ന് തന്നെ പോയി നോക്കി നിങ്ങൾക്കറിയാൻ സാധിക്കും. യാ അയ്യുഹല്ലദീന ആമനു, തുടക്കം തന്നെ എങ്ങനെയാണ്? യാ അയ്യുഹല്ലദീന ആമനു. അതില് ഒരുപാട് ആയത്തുകൾ തുടങ്ങിയതൊക്കെ യാ അയ്യുഹല്ലദീന ആമനു, യാ അയ്യുഹല്ലദീന ആമനു. സഹാബികൾ പറയാറുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു എന്ന് കേട്ടാൽ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഒന്നെങ്കിൽ ഒരു ഖൈർ പറഞ്ഞു തരാനാണ്, അല്ലെങ്കിൽ വിശ്വാസികളെ ഒരു തിന്മയിൽ നിന്ന് തടയാനാണ്. അതുകൊണ്ട് യാ അയ്യുഹല്ലദീന ആമനു എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ്. ആവർത്തിച്ച് യാ അയ്യുഹല്ലദീന ആമനു എന്ന് പറഞ്ഞ് മുസ്ലിങ്ങളെ മര്യാദ പഠിപ്പിക്കാനുള്ള പ്രധാനപ്പെട്ട സൂറത്താണ് സൂറത്തുൽ ഹുജറാത്ത്. ലാ തുഖദ്ദിമു ബൈന യദയില്ലാഹി വറസൂലിഹി ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബി. ഒക്കെ യാ അയ്യുഹല്ലദീന യാ അയ്യുഹല്ലദീന. അതിലൊരു ആയത്താണ് നിങ്ങളെയൊക്കെ ജഅൽനാകും ശുഊബൻ, തെരഞ്ഞെടുപ്പ് കാലത്ത് ശ്രദ്ധിക്കേണ്ട ആയത്ത്. ജഅൽനാകും ശുഊബൻ വഖബായില ലിതഅറഫു. നിങ്ങൾക്ക് പരസ്പരം അഡ്രസ് ഉണ്ടാക്കാനാണ് നിങ്ങളെ ഗോത്രങ്ങളും കബീലകളും ഒക്കെ മാറ്റിയത്. ഒരു കത്തെഴുതിയാൽ കിട്ടണം, ആധാറിൽ ഒരു അഡ്രസ് വേണം, റേഷൻ നൽകുമ്പോൾ ഒരു അഡ്രസ് വേണം. അതിനാണ് നിങ്ങളെ പരസ്പരം തമ്മിലടിക്കാനല്ല. പാർട്ടിയാണെങ്കിൽ 2 പാർട്ടി വേണം, മത്സരിക്കണം. അത് ഒരു വലിയ ബന്ധം മുറിയുന്നതിലേക്ക് എത്താനല്ല, പരസ്പരം ആക്ഷേപിക്കാനല്ല. ഈ സ്ഥാനാർത്ഥി ഇന്ന പാർട്ടിക്കാരനാണ്, ഈ സ്ഥാനാർത്ഥി ഇന്ന പാർട്ടിക്കാരനാണ്, മറു സ്ഥാനാർത്ഥി അത് ഇന്ന പാർട്ടിക്കാരനാണ് എന്ന് അറിയണം. അവർക്ക് ചിഹ്നം കൊടുക്കണം. വോട്ട് ചെയ്യാൻ പോകുമ്പോ അത് വോട്ടർമാർക്ക് തിരിച്ചറിയാനുള്ളത് മാത്രമാണ്. നിങ്ങൾ തമ്മിൽ, അതിന്റെ അനുയായികൾ തമ്മിൽ ശണ്ട കൂടാനോ കൊലപാതകം നടത്താനോ ഊക്കി വിളിക്കാനോ പരിഹസിക്കാനോ ഉള്ളതല്ല എന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ലിതആറഫു ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. നിങ്ങളിൽ മാന്യൻ തഖ്വയുള്ളതാണ്, തഖ്വയുള്ളവനാണ്. അതുകൊണ്ട് യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ലാ യസ്ഖർ ഖൗമുൻ മിൻ ഖൗമിൻ. ഒരു കൂട്ടരും മറ്റൊരു കൂട്ടരെ പരിഹസിക്കാൻ പാടില്ല. ഒരാളും മറ്റൊരാളെ പരിഹസിക്കരുത്. അസാ അയ്യകൂനു ഖൈറൻ മിൻഹും, ചിലപ്പോൾ അവനേക്കാൾ നല്ലവനായിരിക്കും ഇവൻ. വലാ നിസാഉം മിൻ നിസാഇൻ അസാ അയ്യകുന്ന ഖൈറൻ മിൻഹുന്ന. ഒരു പെണ്ണും ഒരു പെണ്ണിനെയും പരിഹസിക്കാൻ പാടില്ല. അല്ല, എടുത്തു പറഞ്ഞു. ഖുർആനിലൊക്കെ ആണിനെ പെണ്ണിനെ ഒന്നിച്ചാ പറയലേ. ഇവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ട്, ഒരു പെണ്ണും ഒരു പെണ്ണിനെ പരിഹസിക്കാൻ പാടില്ല, ഒരാളും ഒരാണിനെ പരിഹസിക്കാൻ പാടില്ല. പെണ്ണുങ്ങളുടെ ഇടയിലൊക്കെ ഉണ്ടാവും പരിഹാസം, പരിഹസിക്കാനേ പാടില്ല. വലാ തൽമിസു അൻഫുസകും, നിങ്ങൾ പരസ്പരം കുത്തുവാക്ക് പറയരുത്. വലാ തനാബസു ബിൽ അൽഖാബ്, നിങ്ങൾ പരിഹസിക്കുന്ന പരിഹാസപ്പേരുകൾ ഇട്ടുകൊണ്ട് നിങ്ങൾ ആളുകളെ വിളിക്കരുത്. കൃത്യമാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് പാരായണം ചെയ്യേണ്ട മുഅ്മിൻ മനസ്സിലാക്കേണ്ട ഏറ്റവും നല്ല സൂറത്ത് ബിഇസൽ ഇസ്മുൽ ഫുസൂഖു ബഅദൽ ഈമാൻ. അല്ലാഹു നിങ്ങൾക്ക് നല്ല പേര് നൽകിയിട്ടുണ്ട്, അല്ലാഹ് നിങ്ങൾക്ക് ഈമാൻ തന്നിട്ടുണ്ട്. പിന്നെ എന്തിനാണ് ഈ തോന്നിയാസ പേരുകൾ തെരഞ്ഞെടുക്കേണ്ടത്? അല്ലാഹ് ചോദിക്കുക, ബിഇസൽ ഇസ്മുൽ ഫുസൂഖു ബഅദൽ ഈമാൻ. ഈമാൻ കിട്ടിയതിന്റെ ശേഷം നിങ്ങൾ എന്തിനാണ് മോശമായ പേരുകൾ തെരഞ്ഞെടുത്തത് പറഞ്ഞ് നിങ്ങൾ ആക്ഷേപിക്കുന്നത്? കുത്തുവാക്കുകൾ പോലും പറയാൻ പാടില്ല, ആംഗ്യം പോലും കാണിക്കാൻ പാടില്ല. ആയിഷ റളിയല്ലാഹു അൻഹ, സഫിയ ബീവി പരസ്പരം എന്തുണ്ട്, സഹകളത്രമാര്, ചക്കളത്തി അറിയില്ലേ, സഹകളത്രമാര് തമ്മിൽ പരസ്പരം ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ നമുക്കറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരിൽ ഉണ്ടായിരുന്നു. അത് മനുഷ്യ സഹജമാണ്. ഒരിക്കൽ സഫിയ ബീവി കയറി വന്നപ്പോ ഒരാംഗ്യം കാട്ടി ആയിഷ ബീവി ഇങ്ങനെ കാണിച്ചു, ഷോർട്ടാക്കി ഇങ്ങനെ കാണിച്ചു, ഒന്നും പറഞ്ഞിട്ടില്ല, ഒരു കുള്ളത്തിയാണ് എന്ന് സൂചിപ്പിച്ചതാണ്. നബി തങ്ങൾ പറഞ്ഞു, ആയിഷ ലഖദ് ഖുൽതി കലിമതൻ, നീ ഇപ്പോ പറഞ്ഞ വാക്ക് കണ്ടോ, വാക്ക് പറഞ്ഞിട്ടില്ല, ആംഗ്യം കാണിച്ചിട്ടുള്ളൂ. നീ ഇപ്പോ പറഞ്ഞ വാക്ക് ലൗ മുസിജത് ബിമാഇൽ ബഹരി ലമസജത്ഹു, അത് സമുദ്രത്തിൽ കലർത്തിയാൽ സമുദ്രം മുഴുവനും കലങ്ങും.
ഒരു ചെറിയ സ്വാഭാവികമായിട്ട് അവർ തമ്മിലുണ്ടാകുന്ന ചില കാര്യങ്ങളാണ്. ഒരാംഗ്യത്തിലൂടെ ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മനസ്സിലാക്കി പറഞ്ഞപ്പോ നബി തങ്ങൾ അതിനെ ഗൗരവമായി എടുത്തു. വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസ, കുത്തുവാക്കുകൾ പറയുന്നവർ, കുത്തിപ്പറയുന്നവർ, ഒന്ന് ആംഗ്യം കൊണ്ട്, മറ്റൊന്ന് വാക്ക് കൊണ്ട്. ആംഗ്യം കൊണ്ട് പോലും ഒരാളെ ദ്രോഹിക്കാൻ പാടില്ല. യാ അയ്യുഹല്ലദീന ആമനൂ, സൂറത്ത് ഹുജറാത്ത് തുർയ, ഇജ്തനിബു കസീറൻ മിനൽ വൻ, നിങ്ങൾ ഊഹാപോഹങ്ങൾ വെടിയണം. ഇന്ന ബഅദൽ വന്നി ഇസ്മുൻ, ചിലപ്പോൾ സത്യമുണ്ടായേക്കാം, എങ്കിലും അത് കുറ്റകരമാണ്. അതിലധികവും ഊഹങ്ങളാണ്, ഊഹം കുറ്റകരമാണ്. വലാ തജസ്സസു, നിങ്ങൾ ചാരപ്പടി നടത്തരുത്. തെരഞ്ഞെടുപ്പിലാ പൊന്തി വരിക, ഓന്റെ എല്ലാ കാര്യങ്ങളും കുത്തിമാന്തും. വ്യഭിചാരോപണം വരെ നടക്കും. കണ്ടിട്ടില്ല നിങ്ങള്? ഒരു സ്ഥാനാർത്ഥിയായി കഴിഞ്ഞാൽ അവന്റെ പേരിൽ വ്യഭിചാരോപണം, പെണ്ണ് കേസ്, കള്ളക്കേസ്, അഴിമതി, ഇല്ലാത്തതൊന്നുമില്ല. അധികവും ഊഹങ്ങളായിരിക്കും എന്നാണ് എല്ലാ തെരഞ്ഞെടുപ്പിലും നമ്മൾ കാണുന്നതാണ്. എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപിക്കുക, ചൂഴ്ന്നന്വേഷിക്കുക. നിങ്ങൾ ആരെക്കുറിച്ചും ഗീബത്ത് പറയാൻ പാടില്ല. മനസ്സിലാക്കേണ്ട കാര്യം, ഗീബത്ത് പറയാന്ന് പറഞ്ഞാൽ ഉള്ളത് പറയാനാണ്. നബിയെ, ഞാൻ പറയുന്നത് അവനിൽ ഉണ്ടെങ്കിലോ, നബി തങ്ങൾ പറഞ്ഞു, നീ പറയുന്നതിന് അവനുണ്ടെങ്കിൽ ഗീബത്തായി, ഇല്ലെങ്കിൽ കളവായി. ഇത്രേ ഉള്ളൂ. ഇല്ലെങ്കിൽ നുണ പറയാണ്, ഇല്ലെങ്കിൽ നുണ പറയാണ്. ഉണ്ടെങ്കിലോ അതാണ് ഗീബത്ത്, ഉള്ളതാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ആരും ആരുടെയും ഗീബത്ത് പറയരുത്. മനുഷ്യനാണ്, ആരും കുറ്റത്തിൽ നിന്ന് ഒഴിവാവൂല. ഗീബത്ത് എന്ന് പറഞ്ഞാൽ ഒരുത്തന്റെ അഭാവത്തിൽ അവനെ കുറിച്ച് പറയുന്നതാണ് ഗീബത്ത്. ഗൈബ്, അഭാവത്തിൽ പറയുന്നതാണ്. അല്ലാഹു ചോദിക്കുന്ന ചോദ്യം ഉണ്ട്, യുഹിബ്ബു അഹദുക്കും അൻ യഅകുല ലഹ്മ അഖീഹി മൈത, നിന്റെ സഹോദരൻ മരിച്ചു കിടക്കുമ്പോ ആ മയ്യത്തിൽ നിന്ന്, ശവത്തിൽ നിന്ന് ലഹ്മ്, ഇറച്ചി മാന്തി തിന്നാൻ ആഗ്രഹിക്കുന്നുവോ? വല്ലാത്തൊരു ചോദ്യമാണ്. ഒരാൾ മരിച്ചു കിടക്കുമ്പോ അവന്റെ ദേഹത്ത് നിന്ന് ഇറച്ചി മാന്തി തിന്നാൻ പോവുകയാണ്. അതാണ് ഗീബത്ത് എന്ന് പറഞ്ഞത്. എന്താ സംഭവം? ഉള്ളോനെ പറ്റി പറഞ്ഞാല്, എന്നെപ്പറ്റി ഉള്ള ഒരു കാര്യമാണെങ്കിലും ഇല്ലാത്തൊരു കാര്യമാണെങ്കിലും എന്റെ മുന്നിൽ അത് പറഞ്ഞാൽ ഞാൻ പ്രതികരിക്കും, പ്രതിരോധിക്കും. നമ്മളൊക്കെ അങ്ങനെ തന്നെയാണ്. നിങ്ങളെപ്പറ്റി ഒരു കാര്യം മറ്റവനോട് പറഞ്ഞാൽ അതിന്റെ നിജസ്ഥിതി ബോധ്യപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയും. ഉള്ളതാണെങ്കിൽ അതിന്റെ കാരണം ബോധിപ്പിക്കാൻ കഴിയും, മറ്റവന്റെ തെറ്റിദ്ധാരണ നീക്കാൻ കഴിയും. പക്ഷേ നമ്മളൊക്കെ മരിച്ചു കിടക്കുമ്പോ ജീവുള്ളവന്റെ ശരീരത്തിൽ നിന്ന് ഒരു കഷ്ണം ഇറച്ചെടുക്കാൻ വന്ന വിവരം അറിയും അല്ലെ? ജീവുള്ളവന്റെ ശരീരത്തിൽ നിന്ന് ഇറച്ചെടുക്കാൻ വന്നാൽ വിവരം അറിയും, അവൻ പ്രതിരോധിക്കും, പ്രതികരിക്കും. എന്നാ നമ്മൾ മരിച്ചടക്കുകയാണെങ്കിലോ നമ്മളെ കൊണ്ട് പ്രതിരോധിക്കാൻ കഴിയില്ല. അതാ ഗീബത്ത്. നമ്മുടെ അഭാവത്തിലാ പറയണത്. നമ്മളുണ്ടാകുമ്പോ നമ്മളെപ്പറ്റി എന്തെങ്കിലും പറഞ്ഞാൽ നമുക്കതിനെ തടുക്കാം, അവന് സത്യം പറഞ്ഞു കൊടുക്കാം. അതല്ലാത്ത നിലക്ക് നമ്മുടെ അഭാവത്തിൽ, നമ്മളില്ലാത്ത സമയത്ത് നമ്മളെക്കുറിച്ച് വേണ്ടാത്തത് പറഞ്ഞ് ഒരു സ്ഥാനാർത്ഥിയെ കുറിച്ച് മറ്റൊരു സ്ഥാനാർത്ഥിയുടെ കുറ്റം, അല്ലെങ്കിൽ ഒരു സ്ഥാനാർത്ഥിയുടെ പാർട്ടി ചെന്നിട്ട് ഒരു വീട്ടിൽ മറ്റൊരു സ്ഥാനാർത്ഥിയുടെയും പാർട്ടിയുടെയും കുറ്റം ഉള്ളതോ ഇല്ലാത്തോ ഒക്കെ പറഞ്ഞു കൊടുക്കുമ്പോ അവരുടെ അഭാവത്തിലാകുമ്പോ അവർക്കൊരിക്കലും അതിന് മറുപടി പറയാൻ കഴിയില്ല. അതുകൊണ്ട് അത് ഗീബത്താണ്. ഫകരിഹ്തുമു, അങ്ങനെ അത് നിങ്ങൾക്ക് ഇഷ്ടമില്ല അല്ലേ? നിങ്ങൾ മരിച്ചു കിടക്കുമ്പോ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ഇറച്ചി മാന്തി തിന്നാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ലേ? അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഗീബത്ത് പറയരുത്. നാവിനെ സൂക്ഷിക്കണം. തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനമായത് അതാണ്. ഉള്ള കാര്യങ്ങൾ ഉള്ളതുപോലെ കൊണ്ടു നടക്കുക, ആരെക്കുറിച്ച് കുറ്റം പറയാതിരിക്കുക. ബന്ധങ്ങൾ ഇനിയും തുടരണം. ഇലക്ഷൻ കഴിയുമ്പോഴും നമ്മുടെ ബന്ധങ്ങൾ നിലനിൽക്കണം. അതാണ് ഒന്നാമതായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം. രണ്ടാമതായി ചുരുക്കി പറയാം, ഔറത്ത് മറക്കുക എന്നുള്ളത് വനിതാ സ്ഥാനാർത്ഥികളാണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ബോധ്യപ്പെടുത്തണം അവരെ. പലരും വിചാരിച്ചത് തെരഞ്ഞെടുപ്പായ എന്തും ചെയ്യാൻ, നല്ല നിലക്ക് ദീനിയായ വസ്ത്രം ധരിച്ച് ഔറത്ത് മറച്ച് നിഷ്കളങ്കരായ പവിത്രകളായ സ്ത്രീകള്
പക്ഷെ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വരുമ്പോ അവരുടെ ഫോട്ടോയിലും പെരുമാറ്റത്തിലും ഒക്കെ ചില വ്യത്യാസങ്ങൾ കാണാൻ സാധിക്കും. ഒരു സ്ഥാനാർത്ഥിയായാൽ മതപരമായ ഡ്രസ് ധരിക്കുന്നതും മതപരമായ കാഴ്ചപ്പാടുകളെ അംഗീകരിക്കുന്നതും എന്തോ ഒരു പഴഞ്ചൻ രീതിയായിട്ടാണ് നമ്മുടെ പല സഹോദരന്മാരും സഹോദരികളും കാണുന്നത് എന്നതാണ്. അന്യപുരുഷന്മാരുമായി ഒരിക്കലും ഇടപഴകാൻ പാടില്ല. അനാവശ്യമായ ഇടപെടലുകൾക്ക് പാടില്ല. അന്യ സ്ത്രീ പുരുഷന്മാര് തമ്മിൽ സ്പർശിക്കാൻ പാടില്ല. അതെന്തിന്റെ പേരിലാണെങ്കിലും ഇസ്ലാമിന്റെ നിയമം അതാണ്. അതിനൊന്നും ആരും എതിർ നിൽക്കുന്നില്ല. കൂടിച്ചേരണം എന്ന് നിർബന്ധമാണ്. വല്ല നിയമവും ഇലക്ഷൻ കമ്മീഷൻ പുറത്തിറക്കിയിട്ടുണ്ടോ? ഒരു അന്യ പെണ്ണ് വേറെ ആൾക്ക് കൈ കൊടുക്കണം, കൈ കൊടുത്തോളണം എന്ന ഇലക്ഷൻ കമ്മീഷന്റെ നിയമമുണ്ടോ? ഒരാളുടെ മതപരമായ സ്വാതന്ത്ര്യത്തെയും ഇലക്ഷൻ കമ്മീഷനോ പാർട്ടിയോ ഒന്നും തന്നെ അതിനെ അവഗണിക്കുന്നില്ല. അതുകൊണ്ട് തന്റെ ഐഡന്റിറ്റി സൂക്ഷിച്ചുകൊണ്ട് തന്നെ പ്രവർത്തിക്കാം, ഒരു പ്രശ്നവും അതിലില്ല. പക്ഷെ ചിലരെങ്കിലും തെറ്റിദ്ധരിച്ചു പോകുന്നു. ഞാനൊക്കെ ഇപ്പോ അന്യ പെണ്ണാണെങ്കിലും എല്ലാവർക്കും കൈ കൊടുത്താലേ ഞാനൊക്കെ ഒരു പാർട്ടിയുടെ വലിയ ആളാകുള്ളൂ എന്ന് തോന്നിപ്പോവുകയാണ് പലപ്പോഴും ചില പെണ്ണുങ്ങൾക്ക്. പ്രത്യേകിച്ച് മുസ്ലിം സ്ത്രീകളാണ് കാര്യം ശ്രദ്ധിക്കാത്തത്. ചില പെണ്ണുങ്ങൾ അങ്ങനെയാണ്, ജോലി കിട്ടിയാൽ എല്ലാം മറക്കുന്ന പെണ്ണുങ്ങൾ. അതുപോലെ തന്നെ നബി തങ്ങൾ പറഞ്ഞത്, ഞാൻ ഒരു അന്യ സ്ത്രീക്ക് അല്ലെങ്കിൽ ഒരു അന്യ പുരുഷന് കൈ കൊടുക്കുന്നതിനേക്കാൾ നല്ലത് എന്റെ തലയിൽ ഒരു ഇരുമ്പിന്റെ ആണി അടിച്ചു കയറ്റലാണ്. അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ ഒരിക്കലും മുസാഫഹത്ത് പാടില്ല. ഇസ്ലാം വിരോധിച്ച കാര്യമാണ്. കൈ കൊടുക്കാൻ പാടില്ല. എന്തിന്റെ പേരിലാണ്? ഇസ്ലാം വിരോധിച്ച കാര്യമാണ്, നിഷിദ്ധമാണ്. അതുപോലെ തന്നെ ഔറത്ത്, അന്യ സ്ത്രീകളുടെ ഔറത്ത് വെളിവാക്കാൻ പാടില്ല. ഔറത്ത് മറക്കണം. അതുകൊണ്ടൊന്നും ഒരു പരിഷ്കാരവും നേടിയെടുക്കാൻ കഴിയില്ല. നിങ്ങൾക്കറിയോ, യമനിലെ 2011 നോബൽ സമ്മാന ജേതാവായ യമൻകാരിയായിട്ടുള്ള തവക്കുൽ കർമാൻ എന്നറിയപ്പെടുന്ന സ്ത്രീ, അവിടെ സമാധാനത്തിന്റെ നോബൽ പ്രൈസ് നേടുന്ന യമനിലെ ഒന്നാമത്തെ വനിതയാണ്, ഇസ്ലാമിലെ രണ്ടാമത്തെ വനിതയാണ്, അറബികളിലെ രണ്ടാമത്തെ വനിതയാണ്. വലിയ പ്രതീക്ഷയോടുകൂടി ലോകത്തിന്റെ മീഡിയയുടെ ആളുകളൊക്കെ വന്നു. നിങ്ങൾക്ക് അടിച്ചാൽ കിട്ടും, നെറ്റിൽ ഇപ്പോഴും കാണാം, യൂട്യൂബിലുണ്ട്. അവരുടെ ഒരു പ്രതികരണമുണ്ട്. ഇലക്ഷന് നിൽക്കുന്ന സ്ത്രീകള്, മുസ്ലിം സ്ത്രീകള് മനസ്സിലാക്കണം, നല്ല മാന്യമായ തറവാട്ടിൽ നിന്ന് വന്ന മുസ്ലിം സ്ത്രീകൾ വരെ പലപ്പോഴും ഈ കാര്യങ്ങൾ പാലിക്കാറില്ല എന്നതാണ്. അക്കാര്യത്തിൽ ശ്രദ്ധ കൊടുക്കാറില്ല എന്നതാണ്. അവരൊക്കെ ഇങ്ങനെ അർദ്ധവേഷധാരികളായി ബിക്കിനി ധരിച്ചുകൊണ്ടൊക്കെയാണ് പുതിയ പുതിയ പത്രപ്രവർത്തകർക്ക് വന്നത്. മൈക്കൊക്കെ പിടിച്ച് വന്ന് ചോദിച്ചു, നിങ്ങള് ഒരു നോബൽ സമ്മാന ജേതാവായിട്ടും നിങ്ങൾ എന്താണ് നിങ്ങളുടെ വസ്ത്രത്തിലൊരു മാറ്റം വരുത്താത്തത്? തവക്കുൽ കർമാൻ അങ്ങനെ അടിച്ചുപോയ ചിത്രം കിട്ടും. നല്ല പർദ്ദയും ബഫ്തയൊക്കെ ഔറത്തൊക്കെ മറച്ച് നല്ലൊരു സ്ത്രീയാണ്, ഇസ്ലാമികമായി കൾച്ചർ സൂക്ഷിക്കുന്ന സ്ത്രീ. അവർ പറഞ്ഞൊരു മറുപടി ഉണ്ട്. ആദ്യമൊക്കെ ഏൻഷ്യന്റ് പീപ്പിൾ, പുരാതന കാലത്ത്, പ്രാചീന കാലത്ത്, ശിലായുഗത്തില് മനുഷ്യർക്ക് വസ്ത്രം ധരിക്കാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. തന്റെ ഔറത്തിനെ കുറിച്ച് ബോധവാന്മാരായ മനുഷ്യർ മരത്തിന്റെ ഇലകള്, മരത്തിന്റെ തൊലികള് എല്ലാം അഴിച്ചെടുത്ത് നഗ്നത മറച്ചു. പിന്നീട് അവര് മാറുമറക്കാൻ തുടങ്ങി. മനുഷ്യൻ പുരോഗതിയിലേക്ക് പോകുന്തോറും മനുഷ്യൻ ഔറത്തിനെ കുറിച്ച് ബോധവാന്മാരായി. ശരീരം എവിടെയും കാണാൻ പാടില്ല എന്ന ബോധം അവർക്കുണ്ടായി. അങ്ങനെ പുരോഗതി നേടി. അതുകൊണ്ട് ഞാൻ ആ പുരോഗതി നേടിയ ഒരു വനിതയാണ് എന്നതിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു. ഞാൻ ഒരിക്കലും ശിലായുഗത്തിലേക്ക് മടങ്ങിപ്പോകാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോ ഇളിഭ്യരായി മടങ്ങിപ്പോയ മീഡിയയുടെ പ്രവർത്തകരെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതാണ് നിലപാട്, അതാണ് നിലപാട്. അതല്ലാതെ ഇതുവരെ നേരെ നടന്നിരുന്നല്ലേ ഇനിയിപ്പോ ഞാനൊരു ഉമ്മാമേറ്റി നിസ്കാരകുപ്പായിട്ട് നടന്നാ പറ്റും, അതല്ല, അത് നിലപാടില്ല. അതുകൊണ്ട് ശക്തമായ നിലപാടുകൾ പ്രകടിപ്പിക്കാനുള്ള കാര്യമാണ്, അവസരമാണ് ഇത്. അതുകൂടി ഒരു നല്ല കാര്യമാണ് ഇസ്ലാമിനെ നല്ല രൂപത്തിൽ ചെലവഴിക്കുകയാണെങ്കിൽ എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ ലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വസല്ലി വസല്ലിം അലാ ഖാതിമിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദു ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. മുഅ്മിനീനെ, മൂന്നാമതായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബന്ധങ്ങൾ ഒരിക്കലും പഴയകാല കാര്യങ്ങളൊക്കെ ചൂഴ്ന്നെടുത്ത് എന്റെ കുടുംബത്തിൽപ്പെട്ടവനാണ്, ഓന്റെ എളാപ്പാന്റെ മകനാണ്, ഓന്റെ അന്ത്രോപ്പാടാണ്, എനിക്ക് അവനെ കുറിച്ച് അറിയാം എന്ന് പറയുന്ന ഒരു സ്വഭാവവും ഇലക്ഷൻ ആവുമ്പോ സാധാരണയൊക്കെ കാണാറുണ്ട്. പരസ്പരം പ്രവർത്തനങ്ങൾക്കൊക്കെ നടക്കുമ്പോ പലരും വീട്ടിലൊക്കെ വന്ന് പറയും, നിങ്ങൾക്ക് ആളെ അറിയാലോ, നിങ്ങളുടെ ആളൊക്കെ തന്നെയാണ്, പക്ഷെ ഓന്റെ ഒക്കെ നിങ്ങൾക്ക് അറിയാലോ എന്നൊക്കെ പറഞ്ഞിട്ട് വോട്ട് ചോദിക്കുന്ന ഒരു സ്വഭാവം സർക്കാർ എന്നെ വിലക്കിയിട്ടുണ്ട്. അൽഹംദുലില്ലാ, അത്തരം കാര്യങ്ങളൊന്നും പാടില്ല എന്നുള്ളത് സർക്കാർ എന്നെ വിലക്കിയിട്ടുണ്ട്. എന്നാലും ചിലപ്പോ അങ്ങനെയാണല്ലോ, വിലക്കിയത് ചെയ്യാനാണല്ലോ താല്പര്യം. ആലോചിച്ച് ഒരൊറ്റ പോയിന്റ്, സൂറത്ത് യൂസുഫ് അലൈഹിസ്സലാമിനെ പിന്നെ മനുഷ്യന്മാര്, ആ സഹോദരന്മാരൊക്കെ കൂടി ചെറുപ്പത്തിൽ കൊണ്ടുപോയി കിണറ്റിലിട്ടു. അവിടുന്ന് രക്ഷപ്പെട്ട് സൂറത്ത് യൂസുഫ് രക്ഷപ്പെട്ട് ഖുർആൻ പറഞ്ഞൊരു കഥയാണ്. അവസാനം ഇവരെല്ലാരും കൂടി വീണ്ടും ഈജിപ്തിലെത്താൻ, ഫലസ്തീനിൽ നിന്ന് ഈജിപ്തിലേക്ക് എത്താൻ. അപ്പോഴേക്ക് തങ്ങൾ കിണറ്റ് കൊണ്ടുപോയിട്ട് ആ മനുഷ്യൻ വലിയ രാജാവായി മാറിയിട്ടുണ്ട്. അതിനെപ്പറ്റി ഖുർആൻ പറയുന്ന ഒരു കാര്യമുണ്ട്, വറഫഅ അബവൈഹി അലൽ അർശി. വാപ്പിയും ഉമ്മയും സഹോദരന്മാരും ഒക്കെ കൂടി വന്നപ്പോ ചെറുപ്പത്തിൽ കണ്ട സ്വപ്നം ഉണ്ടല്ലോ, സൂര്യനും ചന്ദ്രനും ഒക്കെ പാടെ 11 കൗക്കബൻ വശംസ് വൽ ഖമർ, 11 നക്ഷത്രവും സൂര്യനും ചന്ദ്രനൊക്കെ പാടെ എനിക്ക് സുജൂദ് ചെയ്യണം സ്വപ്നം കണ്ടു എന്നാണ് ചെറുപ്പത്തിൽ വാപ്പാട് പറഞ്ഞത്. വാപ്പ പറഞ്ഞതൊന്നും ആരോടും മുണ്ടണ്ട, എല്ലാ കാര്യവും എല്ലാവരോടും പറയാൻ പറ്റൂല, ഒന്നും മുണ്ടണ്ട, അവിടെ രഹസ്യമാക്കി അവിടെ വെച്ചളാ എന്നൊക്കെ പറഞ്ഞ് അതാണ് പൊളിഞ്ഞത്. അങ്ങനെയാണ് അവരൊക്കെ കൂടി അവസാനം ഈജിപ്തിലേക്ക് വാപ്പയും ഉമ്മയും 11 ആളുകളും സഹോദരന്മാരും വന്നപ്പോ സ്വന്തം ആ രാജാവ് അവിടെ നിന്ന് എഴുന്നേറ്റ് വാപ്പാനി ഉമ്മാനി അവിടെ ഇരുത്തി, അർശും ഇരുത്തി. വറഫഅ അബവൈഹി അലൽ അർശി. അപ്പൊ അവരൊക്കെ പാടെ വഖറൂ ലഹു സുജ്ജദാ, എല്ലാവരും സുജൂദിൽ വീണു യൂസുഫിന്റെ മുമ്പിൽ. യൂസുഫിനെ അംഗീകരിച്ചു. അപ്പൊ യൂസുഫ് അലൈഹിസ്സലാം പറയാ, ഹാദാ തഅ്വീലു റുഅയായ മിൻ ഖബ്ൽ, ഇത് ഞാൻ പണ്ട് കണ്ട സ്വപ്നമാണ്, ഇത് ഞാൻ പണ്ട് കണ്ട സ്വപ്നമാണ്. ഖദ് ജഅലഹാ റബ്ബി ഹഖ്ഖാ, എന്റെ റബ്ബ് അത് സത്യമായി പ്രഖ്യാപിച്ചിരിക്കുന്നു, ആ സത്യമാണ് ഇവിടെ പിറന്നു കാണുന്നത്. എന്നിട്ട് പറയാ, വഖദ് അഹ്സന ബി, ഈ റബ്ബ് എനിക്കൊരുപാട് നന്മ ചെയ്തു. എപ്പോഴൊക്കെ? ഇത് അഖ്റജനി മിനസ് സിജ്ൻ, ജയിലിൽ നിന്ന് എന്നെ പുറത്താക്കിയപ്പോ റബ്ബ് എന്നെ പരിഗണിച്ചിട്ടുണ്ട്. അതുപോലെ ആ ഈജിപ്തിലെ ബദുവിൽ നിന്ന്, ബദുക്കൾ കേട്ടില്ലേ, കാട്ടുജാതികളായ നിങ്ങളൊക്കെ ഇവിടെ എത്തിപ്പിച്ചു, സംസ്കാരത്തിന്റെ ലോകത്തേക്ക് ഇവിടെ കൊണ്ടുവന്നു, അപ്പോഴും അള്ളാഹ് അനുഗ്രഹിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തില് ആദ്യം യൂസുഫ് രക്ഷപ്പെട്ട എവിടുന്ന? കിണറ്റിന്നാണ് പറയേണ്ടത്, കിണറ്റിന്ന് രക്ഷപ്പെട്ടപ്പോന്നാണ്. അങ്ങനെ പറഞ്ഞാൽ സഹോദരന്മാർക്കൊക്കെ ഒരു മനസ്സിന് പ്രയാസം ഉണ്ടാവും. ആ കിണറ്റിൽ ഓല കൊണ്ടുപോയിട്ടത്, ഓല മുമ്പ് കിണറ്റിൽ നിന്ന് രക്ഷപ്പെട്ടപ്പോ അള്ളാനെ രക്ഷിച്ചു എന്ന് പറഞ്ഞാൽ ആ സഹോദരന്മാർക്ക് മാനസികമായിട്ട് വല്ലാത്ത വിഷമുണ്ടാവും. ഒരു നല്ല സന്ദർഭമാണ്, അതുകൊണ്ട് അത് പറഞ്ഞില്ല യൂസുഫ് നബി. പറയാൻ പാടില്ല. എത്ര ബന്ധം തകർക്കണ എന്ത് കാര്യങ്ങളും ആരിൽ നിന്ന് സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഒരു സദസ്സിലൊക്കെ നന്നായി വരുമ്പോ അങ്ങനത്തെ വാക്കൊന്നും പ്രയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് അവരവരുടെ ബന്ധപ്പെട്ടവരായിരിക്കും, അവർക്ക് പലതും ഉണ്ടായേക്കാം. ഒരു രംഗത്ത് വരുമ്പോ അത്തരം കാര്യങ്ങളൊന്നും ചുഴ്ന്നന്വേഷിച്ച് അവരൊക്കെ മാനസികമായി പ്രയാസപ്പെടുത്തുന്ന ഒരു വാക്ക് പോലും എന്തിന്റെ പേരിലാണെങ്കിലും നമ്മിൽ നിന്ന് വരാൻ പാടില്ല. അതാണ് യൂസുഫ് അലൈഹിസ്സലാമിന്റെ ആ കഥയിൽ നിന്നുള്ള ശരിക്കുള്ള ഒരു ഗുണപാഠം. അവസാനാണ് സൂറത്ത് യൂസുഫിന്റെ അവസാനം ഒക്കെ പോയി അതൊക്കെ വായിക്കണം, പഠിക്കണം. അപ്പൊ നമുക്ക് മനസ്സിലാവും. കാരണം അത്ര നല്ലൊരു സന്ദർഭത്തിൽ ആ കിണറ്റിൽ നിന്ന് രക്ഷപ്പെട്ടപ്പോ അതെങ്ങാനും പറഞ്ഞ അവരെ ഓർമ്മിപ്പിച്ചാൽ ഇതുവരെയുള്ളതൊക്കെ ബാത്തിലാവും. അതുകൊണ്ട് ബന്ധങ്ങൾ തകർക്കുന്ന, സന്തോഷം ഇല്ലാതാക്കുന്ന ഒരു വാക്കും ആരെപ്പറ്റിയും അവരെ എത്ര തൊഴിച്ചാലും പറയാൻ പാടില്ല എന്നതാണ് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് നമ്മുടെ ഐഡന്റിറ്റി കാത്തു സൂക്ഷിച്ചായിരിക്കണം. എത്ര ആവേശം നമുക്ക് രാഷ്ട്രീയത്തിലുണ്ടെങ്കിലും അത് വേണം. രാഷ്ട്രീയത്തിൽ ആവേശം ആവശ്യമാണ്, മതപരമായ ആവേശം പോലെ തന്നെ ആവശ്യമാണ് നമ്മൾ. പക്ഷേ ഈ കാര്യം ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കണം മുന്നോട്ട് പോകേണ്ടത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു
الدعوات وقاضي الحاجات ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداء الدين ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم